ഹലോ ഗൈസ്, വെൽക്കം ടു എത്തിക്സ് ഡെയിലി ആൻസർ റൈറ്റിംഗ് പ്രോഗ്രാം. ഇന്ന് ഡേ 24 ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. സോ ഡേ 24 നമ്മൾ നോക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ: വിത്തൗട്ട് കോമൺലി ഷെയർഡ് ആൻഡ് വൈഡ്ലി എൻട്രൻച്ച്ഡ് മോറൽ വാല്യൂസ് ആൻഡ് ഒബ്ലിഗേഷൻ നൈദർ ദ ലോ നോർ ഡെമോക്രാറ്റിക് ഗവൺമെൻറ് നോർ ഈവൻ ദ മാർക്കറ്റ് എക്കണോമി വിൽ ഫങ്ഷൻ പ്രോപ്പർലി. വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ബൈ ദിസ് സ്റ്റേറ്റ്മെൻറ്റ്? എക്സ്പ്ലെയിൻ വിത്ത് ഇലിസ്ട്രേഷൻ ഇൻ കണ്ടംപററി ടൈംസ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനകത്ത് ക്വസ്റ്റ്യൻസിൻ്റെ മീനിങ് എന്താണ്? അതായത് ഒരു കോമൺലി ഷെയർഡ് വാല്യൂസ് ഇല്ല, അല്ലെങ്കിൽ എത്തിക്സ് ഇല്ല, എത്തിക്കൽ ഒബ്ലിഗേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ എന്തൊക്കെ വർക്ക് ചെയ്യില്ല? ലോ പ്രോപ്പറായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റില്ല, ഡെമോക്രാറ്റിക് ഗവൺമെൻറ് പ്രോപ്പറായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ മാർക്കറ്റ് എക്കണോമി പ്രോപ്പറായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? ഫങ്ഷൻ ചെയ്യാൻ പറ്റില്ല. അതായത് ഇതിനെല്ലാം ഫങ്ഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അടിസ്ഥാനപരമായിട്ട് പ്രോപ്പറായിട്ടുള്ള ഡെമോക്രസിയും പ്രോപ്പറായിട്ടുള്ള എക്കണോമിയും അതുപോലെ തന്നെ പ്രോപ്പറായ ലോ ആൻഡ് ഓർഡറും പ്രോപ്പറായിട്ടുള്ള എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസും നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ഇതിനെന്ത് വേണം? ഒരു എത്തിക്കൽ മോറൽ വാല്യൂസ് ആൻഡ് ഒബ്ലിഗേഷൻസ് സൊസൈറ്റിയിൽ ഉണ്ടാവണം എന്നുള്ളതാണ് നമ്മുടെ കോട്ട് പറയുന്നത്. സോ ഈ ഒരു കോട്ടിനെ പറ്റിയിട്ടാണ് ചോദ്യം. വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ബൈ ദിസ് സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ് ഫസ്റ്റ് പാർട്ട്. സോ ഡയറക്റ്റ് നിങ്ങൾക്ക് എന്താണ് ഈ കോട്ടിൽ നിന്ന് മനസ്സിലായെന്ന് എഴുതാം. എക്സ്പ്ലെയിൻ വിത്ത് ഇലിസ്ട്രേഷൻ ഇൻ കണ്ടംപററി ടൈംസ്. കണ്ടംപററി ടൈംസിലെ എക്സാമ്പിൾസ് കാര്യങ്ങളൊക്കെ ഇതിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇൻട്രൊഡക്ഷനിലേക്ക് വരുമ്പോൾ ഇവിടെ നമ്മൾ എഴുതിയിരിക്കുന്നത് ഒരു കോണ്ടെക്സ്റ്റ് സ്പെസിഫിക് ആയിട്ടുള്ളൊരു ഇൻട്രൊഡക്ഷനാണ്. ഇൻട്രൊഡക്ഷനിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? പ്രോപ്പറായിട്ടുള്ള എത്തിക്കൽ വാല്യൂസ്, ഗൈഡൻസ്, എത്തിക്കൽ പ്രിൻസിപ്പിൾസ് ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളിവിടെ കൊടുത്തിരുന്നത് കോട്ട് ഹൈലൈറ്റ്സ് ദാറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ സച്ച് ആസ് ലോ, ഡെമോക്രസി ആൻഡ് മാർക്കറ്റ്സ് ഡിപ്പെൻഡ്സ് ടു നോട്ട് മിയർലി on rules but on shared ethical values like honesty, fairness, responsibility, morality. Therefore acts as a invisible glue that hold this statement, so all this system together and ensure their proper functioning എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത് ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിട്ടുള്ളത്. So ethics is like a glue which connect between different institutions and make the institutions perfectly aligned എന്ന രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. അതിൻ്റെ ഫസ്റ്റ് പാർട്ടിലേക്ക് പറയുമ്പം എന്താണ് നമുക്ക് മനസ്സിലായെന്നുള്ളതിൽ നമുക്ക് ഇതിനകത്ത് സെപ്പറേറ്റ് ഹെഡിങ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ലീഗൽ സിസ്റ്റത്തിൽ എങ്ങനെയാണ് മോറൽ വാല്യൂസ് പറയുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ലീഗൽ സിസ്റ്റത്തിൻ്റെ മോറൽ വാല്യൂസ് പറയുന്ന സമയത്ത് ഇപ്പം നമ്മൾ ലീഗൽ സിസ്റ്റം വിത്തൗട്ട് മൊറാലിറ്റി, ലോ വിത്തൗട്ട് മൊറാലിറ്റി ഓർ എത്തിക്കൽ വാല്യൂസ് വെച്ച് നമ്മൾ ലോ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോ only perfectly work when the law is internalized by the people, right? ഇപ്പോൾ നമ്മൾ ലോ ഇറക്കി, അത് ആളുകൾ എന്ത് ചെയ്യുന്നില്ല, അത് മനസ്സിലാക്കി, പക്ഷേ അത് അവർ ഫോളോ ചെയ്യുന്നില്ല, ഇൻറ്റേർണലൈസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ആ പർട്ടിക്കുലർ ലോ എന്തായിരിക്കും? ഫെയിലിയർ ആയിരിക്കും. അപ്പം ഇൻറ്റേർണലൈസിങ് ഓഫ് ദ ലോ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ലോ സക്സസ് ആവണമെന്നുണ്ടെങ്കിൽ അതിന് എത്തിക്സ് എന്ത് ചെയ്യുന്നുണ്ട്? ഇതിന് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം ഒരു എത്തിക്കൽ ക്രൗഡാണ് എന്നുണ്ടെങ്കിൽ, ലോ ഉണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ലോ ഇല്ല എന്നുണ്ടെങ്കിൽ പോലും എന്ത് ചെയ്യാൻ പറ്റും? പ്രോപ്പറായിട്ട് അവരെ ഗൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ പ്രോപ്പറായിട്ട് ലോ ഉണ്ടാകുന്നതിൻ്റെ കൂടെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ് എന്ത് ചെയ്യണം? ഇവർ വളരെ എത്തിക്കലായിട്ടുള്ള ക്രൗഡായിരിക്കണം, അല്ലെങ്കിൽ പീപ്പിൾ ആയിരിക്കണം എന്നുള്ളത്. സോ ഇപ്പോൾ ലീഗൽ സിസ്റ്റം സ്ട്രഗിൾ ടു കമാൻഡ് ലെജിറ്റിമിറ്റി, ലോ എക്സിറ്റ്സ് ബട്ട് പീപ്പിൾ ഓഫൺ ഇവേഡ് ദം ഇഫ് ദേ ഡു നോട്ട് ഇൻറ്റർണലൈസ് ആൻഡ് ഫെയർനെസ് ആൻഡ് ഓണസ്റ്റി ഓഫ് ദ ലോ. ഇപ്പോൾ ടാക്സ് എന്ത് ചെയ്യുന്നു? ടാക്സ് ഇവേഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ലോ ഉണ്ട്, പക്ഷേ എന്ത് ചെയ്യുന്നു? പീപ്പിൾ സ്റ്റിൽ ഇവേഡിങ് ലോസ്, ടാക്സസ് ബിക്കോസ് ഓഫ് ലാക്ക് ഓഫ് എത്തിക്കൽ വാല്യൂസ് ആണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ കോവിഡിൻ്റെ സമയത്തുള്ള വയലേഷൻസ്, നമ്മൾ റെസ്ട്രിക്ഷൻസ് നമ്മൾ വയലേറ്റ് ചെയ്യുന്നതൊക്കെ എന്താണ്? എത്തിക്കൽ വാല്യൂസ് നമുക്ക് പ്രോപ്പറായിട്ട് ഇല്ലാത്തതുകൊണ്ടാണ്, അല്ലാതെ ലോ ഇല്ലാത്തതുകൊണ്ടല്ല. ഇപ്പോഴും പല ലോസ് ഉള്ളതുകൊണ്ടും നമ്മൾ ലോ ബ്രേക്ക് ചെയ്യുന്നുണ്ട്. കാരണം എത്തിക്കൽ വാല്യൂസ് കണ്ടക്ട് എന്തായില്ല, പ്രോപ്പറായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാത്തതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? ഇപ്പോഴും ആളുകൾ ഇത്തരത്തിലൊക്കെയുള്ള കാര്യങ്ങൾ ലോ ബ്രേക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ ആബ്സെൻസ് ഓഫ് മൊറാലിറ്റി ഓൾസോ കറപ്റ്റ് ലോ എൻഫോഴ്സ്മെൻറ്റ് ഇൻ സെൽഫ്, കസ്റ്റോഡിയൽ ടോർച്ചർ കേസസ് ഇൻ ഇന്ത്യ. ഓക്കെ, ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ സേഫ് ഗാർഡ് ഉണ്ട് എന്നുണ്ടെങ്കിലും, മിസ്യൂസ് ചെയ്യാൻ പാടില്ല എന്നുണ്ടെങ്കിലും പീപ്പിൾ സ്റ്റിൽ ഇന്ത്യയിൽ എന്തുണ്ട്? കസ്റ്റോഡിയൽ ഡെത്ത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അത് അതിൻ്റെ ഒരു ഭാഗമായിട്ട് നമുക്ക് പറയാം. അതുപോലെ തന്നെ ഡെമോക്രാറ്റിക് ഗവൺമെൻറ് അല്ലെങ്കിൽ ഷെയർഡ് മോറൽ വാല്യൂസിലേക്ക് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം ഒരു ഡെമോക്രാറ്റിക് വാല്യൂ സിസ്റ്റത്തിൽ ഡെമോക്രസി പ്രോപ്പറായിട്ട് റൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഇക്വാലിറ്റി വേണം, ആളുകൾ തമ്മിലുള്ള ഒരു ഫ്രട്ടേണിറ്റീൻ്റെ ആവശ്യമുണ്ട്, അല്ലേ? സോ ഒരു ഐഡിയൽ സിസ്റ്റം ആണെങ്കിൽ, അല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ഡെമോക്രാറ്റിക് വാല്യൂസിൽ ഫേക്ക് ന്യൂസസ്, അതുപോലെ തന്നെ മിസ്ഇൻഫർമേഷൻസ് ഇലക്ഷൻ്റെ സമയത്ത്, അതുപോലെ തന്നെ ആളുകൾ തമ്മിലടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കമ്മ്യൂണൽ വയലൻസസ് നടക്കാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്. സോ ഡെമോക്രസി വീക്കൻസ് വിത്ത് ട്രൂത്ത് ആൻഡ് ഇൻറ്റഗ്രിറ്റി ആർ നോട്ട് അപ്ഹെൽഡ് ആസ് കളക്റ്റീവ്. ഡെമോക്രസി എന്ത് ചെയ്യും? ട്രൂത്തും ഇൻറ്റഗ്രിറ്റിയും അപ്ഹെൽഡ് ചെയ്തില്ലെങ്കിൽ, കളക്റ്റീവ് വാല്യൂസ് അപ്ഹെൽഡ് ചെയ്തില്ലെങ്കിൽ ഡെമോക്രസി ഫെയിലിയർ ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. And when voters are swayed by the short-term populism or divisive rhetoric rather than public interest, democratic choices may be legal but not ethical ആയി പോകും എന്നുള്ളതാണ്.
സോ അതുപോലെ തന്നെ ആബ്സെൻസ് ഓഫ് മോറൽ ഒബ്ലിഗേഷൻസ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ലീഡേഴ്സിൻ്റെ എന്തെങ്കിലും ഡെമോക്രാറ്റിക് വാല്യൂസ് ഇറോഡ് ചെയ്ത് പോകാനുള്ള ചാൻസസ് ഒക്കെ ഭയങ്കര കൂടുതലാണ്. ഡെമോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ അത് ബാധിക്കാം. അതുപോലെ തന്നെ പ്രാക്ടീസസ് ലൈക്ക് ഹോഴ്സ് ട്രേഡിങ്സ്, മിസ്യൂസ് ഓഫ് മണി പവർ ഇൻ ഇലക്ഷൻസ്, ക്രിമിനലൈസേഷൻ ഓഫ് പൊളിറ്റിക്സ്, ഇതൊക്കെ എന്താണ് എത്തിക്കൽ വാല്യൂസ് ഇല്ല എന്നുണ്ടെങ്കിൽ ഡെമോക്രസി സംഭവിക്കുന്നതാണ്. സോ ട്രൂ ഡെമോക്രസി നടക്കണമെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യണം, ഇതുപോലെയുള്ള ഈഗാലിറ്റേറിയനും ലിബർട്ടി അതുപോലെ തന്നെ ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷനൊക്കെ നമുക്ക് എൻഷുർ ചെയ്യാൻ പറ്റണം എന്നുണ്ടെങ്കിൽ പ്രോപ്പർ എത്തിക്കൽ വാല്യൂ സ്റ്റാൻഡേർഡ്സ് സൊസൈറ്റിയിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഇനി മാർക്കറ്റ് എക്കണോമിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് എക്കണോമി വർക്ക് ചെയ്യുന്നത് ഫണ്ടമെൻ്റലി ഡിമാൻഡ് ആൻഡ് സപ്ലൈൻ്റെ ബേസിസിലാണ്. അപ്പോൾ അത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് എന്തായിരിക്കണം, നമുക്ക് പ്രൈവറ്റ് പാർട്ടിയിലുള്ള ഒരു ട്രസ്റ്റ് ഉണ്ടാവണം. ആൻഡ് ദർ ഈസ് ഓൾസോ ഷുഡ് ബി പ്രൈവറ്റ് പാർട്ടികൾ എന്തായിരിക്കണം, എൻവയോൺമെൻറ്റിനോട് റെസ്പോൺസിബിൾ ആയിരിക്കണം. സോ ഇത്തരം കാര്യങ്ങളൊക്കെ എൻഷുർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പ്രോപ്പറായിട്ടുള്ള ഒരു വാല്യൂ സിസ്റ്റം ഉണ്ടാവും എന്ന് പറയാൻ പറ്റുള്ളൂ. സോ 2008 ഗ്ലോബൽ ഫിനാൻഷ്യൽ ക്രൈസിസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ബേസിക്കലി വരാനുള്ള കാരണം എന്താണ്, ലോസ് ഇല്ലാത്തതുകൊണ്ടല്ല, അൺഎത്തിക്കൽ പ്രാക്ടീസസ് ഉള്ളതുകൊണ്ടാണ്. സോ എത്തിക്സ് ഇല്ല എന്നുണ്ടെങ്കിൽ എക്കണോമി, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ എക്കണോമി തന്നെ എന്ത് ചെയ്യും, കംപ്ലീറ്റ്ലി തകർന്നു പോകും എന്നുള്ളതാണ് നമുക്ക് എഴുതാം. സത്യം സ്കാൻഡൽ, സ്റ്റോക്ക് മാർക്കറ്റ് മാനിപ്പുലേഷൻസ് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ എക്സാമ്പിൾസ് ആയിട്ട് പറയാൻ പറ്റും. ഓക്കെ, സോ ബിസിനസ് എന്ത് ചെയ്യുന്നു, എത്തിക്കൽ ഒബ്ലിഗേഷൻസ് മറക്കണം. ഇപ്പോൾ ബൈജൂസ് ഒക്കെ നോക്കിക്കുക നിങ്ങൾ, എത്തിക്കൽ ഒബ്ലിഗേഷൻസ് മറന്നു പോകുമ്പം ഇറ്റ് മേ ഗ്രോ ഇൻ എ ഷോർട്ട് ടൈം ബട്ട് ഇറ്റ് വിൽ ഫെയിൽ ഇൻ ദി ലോങ് ടൈം. അപ്പോൾ ഒരു ലോങ് ടൈം ആയിട്ടുള്ള സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ബിസിനസ്സാണ് നമുക്ക് വേണം എന്നുണ്ടെങ്കിൽ അവിടെ എത്തിക്കൽ മോറൽ പ്രിൻസിപ്പിൾസ് ആൻഡ് വാല്യൂസ് ഷുഡ് ബി അപ്ഹെൽഡ് എന്ന രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. സോ സസ്റ്റൈൻ ഡെമോക്രസി, മാർക്കറ്റ്സ് ആൻഡ് മോറൽ വാല്യൂസ് മസ്റ്റ് ബി ഡീപ്ലി എംബഡഡ് ഇൻ ദ സൊസൈറ്റി. This can be achieved through ethical education, value-based leadership, and social awareness, and participatory institutions that promote accountability and trust. So Gandhi reminded morality forms the basis of all things. Only by nurturing it collectively can our institution remain just and resilient, people-centric. എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ആൻസർ കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. താങ്ക് യു സോ